ബോൾട്ടിന്റെ ബെസ്റ്റ് സെല്ലിംഗ് TWS ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? അത് കുറച്ച് മുൻപ് ഇറങ്ങിയിട്ടുള്ള Z14 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർ ബഡ്സ് ആണ്. ഏകദേശം 1 മില്യൺ കസ്റ്റമേഴ്സാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് Z40 Pro വരുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നുകൂടി അപ്ഗ്രേഡഡ് ആയിട്ട് ഒരു പുതിയൊരു ഇയർ ബഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. ബോൾട്ട് Z14 Ultra എന്ന് പറയുന്നത് ഏകദേശം 1999 രൂപയുടെ ഒരു സ്പെഷ്യൽ ലോഞ്ചിങ് ഓഫറായിട്ട് ഇപ്പോൾ നമുക്കിത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. 2000 രൂപയ്ക്ക് Z14 Ultra വാങ്ങിയ വർത്ത് ബൈങ് ആകുമോ? ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ടും കൊടുക്കുക. ഏതായാലും കേസ് വൈസ് നോക്കുന്ന സമയത്ത് Z40 പ്രോയേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബിൽഡിംഗ് ആണ് ഇവർ ഈ ഒരു Z14 Ultra'യിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രീമിയവും യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് ക്യാപ്പിൻ്റെ ലിഡിൻ്റെ ഭാഗത്തായിട്ട് ഗ്ലോസി ഫിനിഷും താഴെ ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒരു മാഗ്നറ്റിക് റിങ്ങും സെൻട്രലായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് മെറ്റാലിക് കളർ വേരിയന്റിലൊക്കെ ഈ ഒരു Z14 Ultra അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോൾട്ടിന്റെ ലോഗോയും താഴെയായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 100 മണിക്കൂറാണ് ഈ ഒരു Z14 Ultra'യുടെ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 മിനിറ്റാണ് പ്ലേ ടൈം കിട്ടുന്നത്. ലിഡിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു Z14 Ultra'യിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ലെഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി പെയ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഡിവൈസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നുമുണ്ട്. ഇയർ ബഡ്സിലേക്ക് വരുന്ന സമയത്ത് വളരെ നല്ല ഒരു ഡിസൈൻ ആൻഡ് ബിൽഡിംഗ് ക്വാളിറ്റിയാണ് ഈ ഒരു ബഡ്സിൽ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ Z40 പ്രോയിലൊക്കെ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് Z14 Ultra'യുടെ ബഡ്സ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇയർ ബഡ്സിൽ ബോൾട്ടിൻ്റെ ലോഗോയും ടച്ച് കൺട്രോളിൻ്റെ ഭാഗത്തായിട്ട് വേറൊരു കളർ കോംബോ ആയിട്ടൊക്കെ ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സും ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർ ബഡ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കേസിലെ പോലെ തന്നെ ഒരു മാഗ്നറ്റിക് റിങ്ങും ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10mm ഡൈനാമിക് ഡ്രൈവോട് കൂടിയിട്ടുള്ള 2 ഇയർ ബഡ്സുകളാണ് ഈ ഒരു കേസിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എത്ര ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നോ ഇതിൻ്റെ വെയിറ്റോ ഒന്നും തന്നെ ബോക്സിലോ ഒന്നും തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുമില്ല. ടച്ച് കൺട്രോളിനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് കൺട്രോൾ സിസ്റ്റമാണ് ഇവർ ഈ ഒരു ബോൾട്ടിൻ്റെ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ടച്ച് കൺട്രോൾ വരുന്നത് സിംഗിൾ ടാപ്പും ഡബിൾ ടാപ്പിലും വരുന്നത് പ്ലേ, പോസ്, കോൾ അറ്റൻഡ് ചെയ്യാനും പ്രീവിയസ് സോങ് എടുക്കുന്നതിനും നെക്സ്റ്റ് സോങ്ങിലേക്ക് മാറുന്നതിനും വേണ്ടിയിട്ടുള്ള ടച്ച് കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇനി ട്രിപ്പിൾ ടാപ്പ് ആകുന്ന സമയത്ത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൽ പറ്റുന്നുണ്ട്. 4 തവണ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ EQ മോഡിലേക്ക് ചേഞ്ച് ആകാനും പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടച്ച് കൺട്രോൾ സിസ്റ്റം ടൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതും റൈറ്റ് ഇയർ ബഡ്സിൽ ANC ആക്റ്റീവ് ആവുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതെങ്കിൽ വോയിസ് അസിസ്റ്റൻസും ആക്റ്റീവ് ആവുന്നുണ്ട്. കംഫർട്ടിലേക്കും ഫിറ്റ്നസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് ആൻഡ് ഫിറ്റ്നസ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ഇതിൽ നല്ല രീതിയിലുള്ള ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷനും കട്ടാവുന്നുണ്ട്. 32 dB ഓൺ ആക്കുന്ന സമയത്ത് ഒന്നുകൂടി നല്ലൊരു ഫീലും എക്സ്പീരിയൻസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി കോളിംഗ് ആൻഡ് മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇൻഡോർ വൈസിലാണെങ്കിലും ഔട്ട്ഡോർ വൈസിലാണെങ്കിലും നല്ലൊരു മൈക്ക് ക്വാളിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിസം വോയിസ് PLC ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ കോളിംഗ് ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ SBC AAC കോഡ്സ് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. AACയിൽ 100% വോളിയത്തിൽ സോങ് ഒക്കെ കേട്ടാൽ തന്നെ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹൈഫൈ, റോക്ക്, ബാസ് ബൂസ്റ്റർ എന്നീ 3 EQ മോഡ്സും ഇതിൽ അവൈലബിൾ ആണ്. ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ബാസ് ബൂസ്റ്ററിലും ചെറിയ ഔട്ട്പുട്ടാണ് വേണ്ടതെങ്കിൽ റോക്ക് മോഡിലും, ഇതല്ല നമ്മൾ ബാലൻസഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ഹൈഫൈ മോഡിലും ഇട്ട് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റീസും ഈ ഒരു ഇയർ ബഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോണികോർ ഡൈനാമിക് ചിപ്സെറ്റും ഡുവൽ സ്റ്റീം DSP ടെക്നോളജിയും ഇതിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മ്യൂസിക് ലവേഴ്സിന് നല്ല ഒരു എക്സ്പീരിയൻസും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
രണ്ട് ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും ഈ ഒരു ഇയർബഡ്സിന് കഴിയുന്നുണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 45mm ലോ ലൈറ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന്റെ കാര്യത്തിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിലേ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഇയർബഡ്സ് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1999 രൂപയ്ക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വർത്ത് ബൈങ് തന്നെയാണ്. ബിൽഡിംഗ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതും. ഏതുതരം മ്യൂസിക് ലവേഴ്സിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് UQ മോഡ് തന്നെ ഇതിൽ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള 100 മണിക്കൂർ വരെ ഇതിൽ പ്ലേ ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കോളിംഗ് ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വർത്ത് ബൈങ് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.